السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല, ഈ ആയത്തിനെ ചെറിയ രൂപത്തിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. കാര്യമായി നമ്മൾ എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണ് അള്ളാഹു മാല് എന്നതിനെ, സമ്പത്തിനെ മക്കളെക്കാളും മുന്തിച്ചത് എന്ന വിഷയമാണ്. മനുഷ്യന് പൊതുവെ വഞ്ചിക്കപ്പെടുന്ന അവന്റെ ജീവിതത്തിലെ രണ്ട് കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്ന് അവൻ നേടിയെടുക്കുന്ന സമ്പാദ്യമാണ്, അവൻ കൈവശം വെക്കുന്ന സമ്പത്താണ്. അതുകൊണ്ടാണ് അള്ളാഹു സമ്പത്തിനെ, മാലിനെ മുന്തിച്ച്, മക്കളെക്കാളും മുന്തിച്ച് ഇവിടെ പ്രയോഗിച്ചതും. ആ വിഷയത്തിൽ ഖുർആന് എല്ലായിടങ്ങളിലും സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയത്തെ നന്നായി വിശദീകരിച്ച് സംസാരിക്കുന്നതും അതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞു, എല്ലാത്തിനും സമ്പത്ത് അനിവാര്യമാണ്. ആ സമ്പത്ത് നമുക്ക് ജീവിതത്തിൽ പ്രതികൂലമായി ഭവിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ അത് നമുക്ക് പ്രതികൂലമായി മാറുന്നത്, അത് ഏത് രൂപത്തിൽ നേടിയെടുക്കുന്നു, എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധേയമായ ഹദീസില് 4 കാര്യങ്ങൾ അന്ത്യനാളിൽ അള്ളാഹു ചോദ്യം ചെയ്യുമ്പോൾ അതില് മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയത് എങ്ങനെ സമ്പത്ത് നേടിയെടുത്തു, അത് ഏത് വിധേന ചിലവഴിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ് എന്ന് റസൂലുള്ളാഹി വിശദീകരിക്കുന്നുണ്ട്. സമ്പത്ത് ഹലാലായിരിക്കണം എന്നുള്ളതാണ്. ഹലാലായ മാർഗത്തിലൂടെ സമ്പത്ത് നേടിയെടുത്ത് അത് ഹലാലായ രൂപത്തിൽ ചെലവഴിക്കാൻ മനുഷ്യന് സാധിക്കണം. പൊതുവെ മനുഷ്യന് ആ വിഷയത്തിൽ, സമ്പാദിക്കുന്ന വിഷയത്തിൽ ഹലാല് ഹറാമിന്റെ മാർഗങ്ങളെ നോക്കി, അല്ലെങ്കിൽ അത് അവലംബിച്ചുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പൊതുവെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് അന്ത്യനാളില് സമ്പാദ്യത്തെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിലും മനുഷ്യൻ പലപ്പോഴും പരിഗണിക്കുന്നത് സമ്പത്താണ്. നമുക്കറിയാം, മൂസാ നബിക്ക് ശേഷം ഇസ്രായേലികള് അവർക്കൊരു നേതാവിനെ ആവശ്യപ്പെടുന്നുണ്ട്. അവരെ കുടിയിറക്കപ്പെടുകയും അവര് ആട്ടിയോടിക്കപ്പെടുകയും ചെയ്ത സമയത്ത് അവര് ഒരു നായകനെ ആവശ്യപ്പെടുകയും, അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അക്രമം കാണിച്ച, അവരോട് അനീതി കാണിച്ച, അവരെ കുടിയിറക്കിയ, അവരെ ആട്ടിയോടിച്ച ഒരു ജനതയ്ക്കെതിരെ പോരാടുവാനുള്ള ഒരു ആവശ്യം പ്രവാചകന്റെ മുമ്പിൽ വെക്കുകയും, അങ്ങനെ ആ പ്രവാചകന്റെ പ്രാർത്ഥനക്കുത്തരമായി, തേട്ടത്തിന് ഉത്തരമായി അള്ളാഹു അവർക്കൊരു നായകനെ നിയോഗിച്ചു നൽകുന്നുണ്ട്. ത്വാലൂത്ത് എന്ന് പറയുന്നത് നായകൻ. വഖാല ലഹും നബിയ്യുഹും ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും ത്വാലൂത മലിക. ഇതാ അള്ളാഹു നിങ്ങൾക്ക് ത്വാലൂത്തിനെ നിങ്ങൾക്ക് രാജാവായി, നിങ്ങളുടെ നായകനായി അള്ളാഹു നിയോഗിച്ചിരിക്കുന്നു. ഖാലു അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈന. അപ്പൊ അവര് ചോദിക്കുന്നത്, പിന്നെ അതോടുകൂടി അവരുടെ പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ, അവരുടെ ജീവിത പ്രതിസന്ധികളെല്ലാം തന്നെ പിന്നീട് അവർ മറക്കുകയാണ്. അവരുടെ അടിസ്ഥാന വിഷയത്തിൽ നിന്നും തെന്നിമാറി മറ്റൊരു ചോദ്യവും മറ്റൊരു ചിന്തയും അവർ ആ പ്രവാചകന്റെ മുമ്പിൽ വെക്കുകയാണ്. ഖാലു അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈന. എങ്ങനെയാണ് ഞങ്ങൾക്ക് മുമ്പിൽ അയാൾക്ക് രാജാധിപത്യം നൽകുക? വനഹനു അഹഖു ബിൽ മുൽക്കി മിൻഹു. ത്വാലൂത്തിനേക്കാളും അതിന് അർഹര് ഞങ്ങളാണ്. അപ്പൊ അതിന് കാരണം പറയുന്നത് എന്താണ്? വലം യുക്ത
സഅതം മിനൽ മാലി, അയാൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു പറയുന്നത് അതല്ല അടിസ്ഥാനം. എന്താണ്? ഖാല ഇന്നല്ലാഹ അസ്തഫാഹു അലൈക്കും വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്മി, ജ്ഞാനത്തിലും ശരീരഘടനയിലും ആരോഗ്യത്തിലും അയാൾക്ക് പിന്നെ സൗഭാഗ്യം നൽകിയിട്ടുണ്ടെന്നോ, അതാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കാനുള്ള അള്ളാഹുവിൽ നിന്നുള്ള അടിസ്ഥാന കാരണം എന്നും ആ പ്രവാചകൻ അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ സാമൂഹിക വിഷയങ്ങളിൽ പോലും മനുഷ്യന് സമ്പത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവന്റെ ഒരു വ്യക്തിയുടെ മേന്മയെ അളക്കുന്നത് എന്നുള്ളൊരു വിഷയം കൂടി അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മൾ നോക്കിയാലും ഈ ഒരു ബോധം, ഒരു അഹങ്കാരം, അഹന്ത, സമ്പത്തുള്ളവന്റെ ഇത്തരത്തിലുള്ള ഇടപെടല് നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം പള്ളി, നമ്മുടെ മസ്ജിദ് പരിപാലന ഇടങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അള്ളാഹു ആരാണ് മസ്ജിദ് പരിപാലിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഒരു നിലക്കും ഭയപ്പെടാത്ത, അള്ളാഹുവിന് സാഷ്ടാംഗം നമിക്കുന്ന ആളുകളായിരിക്കണം മസ്ജിദിന്റെ ഭരണ കർത്തവ്യം വഹിക്കേണ്ടത് എന്ന് പറയുമ്പോഴും ഇന്ന് നമ്മുടെ എല്ലാം തന്നെ ഇടങ്ങളിൽ പലിശ കച്ചവടക്കാരും ഹറാമായി നമുക്ക് വ്യക്തമായിട്ടറിയുന്ന ഹറാമിന്റെ മുകളിൽ അവരുടെ സമ്പാദ്യത്തിന്റെ കൊട്ടാരങ്ങൾ കെട്ടിപ്പൊക്കുന്നവരെല്ലുമാണ് ഇന്ന് അള്ളാഹുവിന്റെ ഭവനങ്ങളുടെ അധികാരികൾ പോലും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് തെളിഞ്ഞു കാണുന്ന ഒരു വിഷയമാണ്. അപ്പോ സമ്പത്ത് വലിയൊരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഈ രൂപത്തിലെല്ലാം സമൂഹത്തിന്റെ മനോഗതം മാറിമറിയുന്നത് എന്നുള്ളതിനെ ഇനി അള്ളാഹു അവതരിപ്പിക്കുകയാണ്. നമ്മള് സൂറത്തുൽ കഹ്ഫിന്റെ 2-ാം ഭാഗം ദജ്ജാലുമായി നമ്മൾ ബന്ധിപ്പിക്കുകയും അവിടെ ദജ്ജാല് അദ്ദേഹത്തിന്റെ ഭൗതിക ലോകത്തെ ആധിപത്യത്തെ ഊട്ടിയുറപ്പിക്കുകയും ഭൗതിക ലോകത്ത് സമ്പത്തിന്റെ മഹാ ഖസാനയെ തുറക്കുന്ന രംഗങ്ങളെല്ലാം തന്നെ റസൂലുള്ളാഹിന്റെ ഹദീസിനെ വെച്ചുകൊണ്ട് നമ്മൾ ഇതിന്റെ സൂറത്ത് കഹ്ഫിന്റെ ആമുഖത്തിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ദജ്ജാലുമായി ബന്ധപ്പെട്ടാണ് ഓരോ സംഭവങ്ങളും ഇതിനെ ബന്ധിപ്പിക്കുന്നത്. റസൂലുള്ളാഹിന്റെ ഹദീസിനെ വെച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ ആമുഖത്തിൽ ആ വിഷയങ്ങളെല്ലാം തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ 2-ാമത്തെ വിഷയം ചർച്ചക്കെടുക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ അഹങ്കാരിയും ധിക്കാരിയുമാക്കി മാറ്റുന്നത് അദ്ദേഹത്തിന്റെ പക്കലുള്ള ഭൗതിക സമ്പാദ്യങ്ങളാണ്. സമ്പത്തും സന്താനങ്ങളുമാണ് അദ്ദേഹത്തെ അഹങ്കാരിയും ധിക്കാരിയുമാക്കുന്നത്. അപ്പൊ ഇതെല്ലാമാണ് എന്റെ ഭൗതിക ലോകത്തിന്റെ ഐശ്വര്യത്തിനും എന്റെ നിലനിൽപ്പിനും എന്റെ ജീവിതത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അടിസ്ഥാന കാരണം എന്ന് മനുഷ്യൻ വിശ്വസിക്കുകയാണ്. അപ്പൊ അവിടെ സമ്പത്തിനെ തന്നെ അവനെ ഒരു ദൈവമായി വാഴ്ത്തുകയാണ്. സമ്പത്ത് കൊണ്ട് മാത്രമാണ് എന്റെ കാര്യങ്ങൾ നടക്കുന്നത് എന്നും ഇതിലൂടെയാണ് എന്റെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കപ്പെടുന്നത് എന്നുമുള്ള മനുഷ്യന്റെ തെറ്റായ ചിന്തയും ബോധവും അവന്റെ സൃഷ്ടാവിനെ വിസ്മരിക്കുന്ന, അവന്റെ നാഥന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന രൂപത്തിലേക്ക് അവന്റെ മനസ്സും ചിന്തയും മാറുകയാണ്. അവിടെയാണ് അവൻ ഒരു പ്രതിമയെ, സമ്പത്ത് എന്ന പ്രതിമയെ പ്രതിഷ്ഠിക്കുകയും ഒരു ബിംബത്തെ പ്രതിഷ്ഠിക്കുകയും അത് എന്റെ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നു എന്ന ബോധത്തിലേക്ക് മനുഷ്യൻ മാറുകയും ചെയ്യുന്നത്. എന്നാൽ അത് എന്റെ റബ്ബിന്റെ നിഅമത്താണെന്നും അത് ഏത് സമയവും അതിനെ എന്നിൽ നിന്നും അതിനെ ചീന്തിയെടുക്കുവാൻ കഴിവുറ്റവനാണ് എന്റെ നാഥനെന്നുള്ള ആ ബോധത്തിൽ സമ്പത്തിനെ അല്ലാഹു പ്രപഞ്ചനാഥൻ എങ്ങനെയാണോ അതിനെ കൈകാര്യം ചെയ്യുവാനും നേടിയെടുക്കുവാനും കൽപ്പിക്കുന്നത്, അതുപോലെ നേടിയെടുക്കുവാനും അതിനെ വിനിയോഗിക്കുവാനും കഴിയുന്നിടത്ത് മാത്രമാണ് ആ സമ്പത്ത് അവന് ഭൗതിക ലോകത്തും നാളെ പാരത്രിക ലോക ജീവിതത്തിലും അവന്റെ ജീവിത നന്മക്ക് കാരണമായിട്ട് മാറുന്നത്. അതിനെ അവന്റെ എല്ലാ ആവശ്യ നിർവഹണത്തിനും സമ്പത്താണ് അടിസ്ഥാനമെന്ന് കരുതി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടാക്കുന്ന തെറ്റായ ബോധങ്ങളും ചിന്തകളും നമ്മൾ സൂറത്ത് കഹ്ഫിന്റെ ഈ 2-ാമത്തെ ഭാഗത്തിൽ പറയുകയുണ്ടായി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനുഷ്യനിൽ
മനുഷ്യന്റെ ചിന്തയിൽ ഉണ്ടായിത്തീരുന്ന ഒന്ന്, ഇനി മറ്റൊരു ജീവിതമില്ല എന്ന തലത്തിലേക്ക്, ഇത് തന്നെയാണ് ജീവിതം, ഇവിടെ തന്നെയാണ് ജീവിതം എന്നൊരവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുന്ന, ഇനി ഈ വിഷയത്തെ അവസാനിപ്പിച്ചുകൊണ്ട്, രണ്ടാമത്തെ ചർച്ചാ വിഷയത്തെ അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു ചില അടിസ്ഥാന വിഷയങ്ങൾ ഇനി പറഞ്ഞു പോവുകയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യരെല്ലാം ഇങ്ങനെയാകുന്നത്? അവൻ സമ്പത്തിനെ ധാരാളമായി പെടുമ്പോൾ അവൻ പ്രപഞ്ചനാഥന്റെ ഇടപെടലിനെ അവൻ വിസ്മരിക്കുന്ന ഒരു അവസ്ഥ അവനിൽ സംജാതമാകുന്നു എന്നുള്ളതാണ്. അല്ലെ? നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും ഈ ഏഹ് മക്കള്, ഇതിനോട് ചേർത്ത് നമ്മൾ മക്കളെ കുറിച്ച് പറയുകയുണ്ടായി. മക്കൾ എന്തുകൊണ്ടാണ് പലപ്പോഴും തെറ്റായ വഴി അവലംബിക്കുന്നത്? നമ്മൾ ആ മക്കളുടെ വഴികളെ അവർക്ക് വേണ്ടി നമ്മൾ വെട്ടിത്തെളിക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന സമ്പത്ത് നിഷിദ്ധമാകുന്നിടത്താണ് കുട്ടികൾ പോലും തെറ്റായ വഴികൾ അവലംബിക്കുന്നതും ഭൗതിക ലോകത്ത് അവര് നമുക്ക് തന്നെ എതിരാകുകയും നാളെ പാരത്രിക ലോക ജീവിതത്തിൽ അതിനേക്കാളും അപകടമായിട്ട് മക്കൾ മാറുന്നത്. ഇപ്പോ ഒരു വിവാഹ വിഷയത്തില് നമ്മള് സ്ത്രീയുടെ തന്നെ സമ്പത്തെടുത്ത് സ്ത്രീക്ക് മഹറായി നൽകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. സ്ത്രീയെ, ഒരു കുഞ്ഞുങ്ങള് സ്വാലിഹീങ്ങളായിരിക്കണം എന്നാണ് അല്ലെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. എന്റെ പിതാവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് ഞാനെന്ന് റസൂലുള്ളാന്റെ ആ ഹദീസിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിക്കുകയുണ്ടായി. അവിടെ തന്നെ ഇബ്രാഹിം നബി, പടച്ചോനെ എന്റെ മക്കളെ, എനിക്ക് ശേഷവും എന്റെ മക്കളെയും അവരുടെ പരമ്പരകളെയും നിന്നോട് നന്ദി കാണിക്കുന്ന ഒരു പരമ്പരകളായി, തലമുറകളായി അവരെ നീ മാറ്റണമേ എന്ന് ഇബ്രാഹിം പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കള് എങ്ങനെയാണ് സ്വാലിഹീങ്ങളാകുന്നത്? എങ്ങനെയാണ് ഭൂമി ലോകത്ത്, എങ്ങനെയാണ് സന്താനങ്ങൾ ദൈവിക ചിന്തയിലായി ദൈവത്തിനുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നവരായി മാറുന്നത്? എങ്ങനെയാണ് അവരുടെ ഭൗതിക ലോകത്തേക്കുള്ള, ഭൂമി ലോകത്തേക്കുള്ള അവരുടെ കടന്നുവരവിന് നമ്മൾ ഉപയോഗിക്കുന്ന സമ്പത്തുകൾ ശുദ്ധമായ സമ്പത്താകുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈ നിങ്ങള് സ്ത്രീകളെ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് നിങ്ങൾ മഹർ കൊടുക്കണമെന്ന് റസൂലുള്ളാഹി കൽപ്പിക്കുന്നുണ്ട്. അത് പെണ്ണിന്റെ തന്നെ സമ്പത്ത് വാങ്ങി അവൾക്ക് തന്നെ മഹറായി തിരിച്ചു കൊടുക്കുന്ന വളരെ ഭീകരമായ ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ആരും ചിന്തിക്കാതെ പോകുന്ന ഒരു സംഭവമാണ്. അത് ഉത്തരവാദിത്തപ്പെട്ടവർ പോലും ഇത് ചെയ്യുന്നത് നിഷിദ്ധമാണെന്നോ, നിങ്ങളുടെ മക്കള് നിങ്ങൾക്ക് തന്നെ എതിരാകുന്ന ഒരു കാലം ഇതിലൂടെ സംജാതമാകുമെന്നും പറഞ്ഞു കൊടുക്കുന്നവർ വളരെ വിരളമാണ്. പെണ്ണിന്റെ കാശ് വാങ്ങി അവളെ തന്നെ ദുരന്തത്തിലാഴ്ത്തി ആ കുടുംബത്തെ കണ്ണുനീര് കുടിപ്പിച്ച് അനുവദനീയമല്ലാത്ത സമ്പത്ത് വാങ്ങി, എന്നിട്ട് അതുകൊണ്ട് അവൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കുക, അവൾക്ക് മഹർ കൊടുക്കുക, അവൾക്ക് വേണ്ടത് അവരുടെ കാശ് കൊണ്ട് നൽകുക. അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് കൈകളിൽ സമ്പാദ്യമില്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളണം. അതൊരു പരിചയാണ്. അത് നിങ്ങളുടെ വികാരങ്ങളെ തടഞ്ഞു നിർത്തും. സമ്പത്തില്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കണ്ട എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്. ബാഅത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് അവൾക്ക് പിന്നെ അവളുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം നൽകാൻ നിങ്ങളുടെ കൈകളിൽ സമ്പത്തുണ്ടെങ്കിൽ, അതിന് നിങ്ങൾ പ്രാപ്തരാണെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കൂ. അതിന് നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നോമ്പനുഷ്ഠിച്ചു കൊള്ളണമെന്നാണ്. ഇവിടെ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ സമ്പത്ത് ആവശ്യപ്പെടുകയും അങ്ങനെ അവളുടെ സമ്പത്ത് കൊണ്ട് നമ്മൾ വിവാഹം കഴിക്കുകയും അതുകൊണ്ട് മഹർ നൽകുകയും, അപ്പൊ പിന്നെ ഒരു തലമുറകളുടെ ജീവിതാവസ്ഥ എന്തായിരിക്കും? അവരുടെ ധാർമ്മിക ബോധം പിന്നീട് എങ്ങനെയായിരിക്കും? അപ്പോ ഏതൊന്നിനും ശരിയായ ഹലാലായ മാർഗങ്ങൾ അവലംബിക്കേണ്ടതുണ്ട്. അപ്പോ സമ്പത്ത് വലിയൊരു ഘടകമാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിൽ. നന്മയുടെയോ അല്ലെങ്കിൽ തിന്മയുടെയോ ചിന്ത നമ്മളിൽ ഉണ്ടാകുന്നതിൽ സമ്പത്ത് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ എല്ലാ തിന്മകളും മനുഷ്യനിലേക്ക് കടന്നു വരുന്നതിന്റെ ഒരു അടിസ്ഥാന കാരണം ഇനി അള്ളാഹു പറയാണ്. മനുഷ്യന് അവൻ സ്വയം തന്നെ ഒരു സൃഷ്ടാവിനെ സമ്മതിക്കുന്നുണ്ട്. എത്ര നിഷേധിച്ചാലും അവന്റെ ധിക്കാരം കൊണ്ട്, അവന്റെ ഇച്ഛാപൂർത്തീകരണത്തിന് വേണ്ടി
അവൻ പ്രപഞ്ച സൃഷ്ടാവിനെ നിഷേധിക്കുമ്പോഴും അവന്റെ നാവ് നിഷേധിക്കുമ്പോഴും ഉള്ള് ആ സത്യത്തെ സമ്മതിക്കുന്നുണ്ട്. നമ്മൾ ഇതിന്റെ മുമ്പ് പറയുകയുണ്ടായി, മനുഷ്യരില് മഹാഭൂരിപക്ഷവും മനുഷ്യൻ സൃഷ്ടി എന്നുള്ള നിലക്ക് അവരെല്ലാവരും ഒരു സൃഷ്ടാവിനെ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ പിന്നീട് മൂന്നായി തരം തിരിയുന്നുണ്ട്. ഒരു വിഭാഗം ഉണ്ടെന്ന് പറയുകയും ആ ഉണ്ടെന്ന് പറയുന്ന ആ ശക്തിയുടെ അളമത്തിനെ, മഹത്വത്തെ തിരിച്ചറിയാതെ ആ ശക്തിക്ക് സമന്മാരെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം. ഇവര് എല്ലാ കാലത്തും ഭൂരിപക്ഷമായിരിക്കും മനുഷ്യ കുടുംബത്തിൽ. അവനോട് പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ച് ചോദിച്ചാൽ അവനുണ്ടെന്ന് പറയും. അങ്ങനെല്ലാം അള്ളാഹു തന്നെ ചോദിക്കുന്നുണ്ട്. നീ ചോദിച്ചു ചോദിച്ചു. മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അവനോട് ഈ പ്രപഞ്ചത്തിലേക്ക് ചൂണ്ടി, പ്രപഞ്ചത്തിലെ ഒട്ടനവധി ദൃഷ്ടാന്തങ്ങളിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഇതിന്റെ എല്ലാം സംവിധായകൻ ആരാണ്, നിനക്ക് സംവിധാനിച്ച് നൽകിയവൻ ആരാണെന്നെല്ലാം ചോദിച്ചാല് ഒരു മഹാശക്തിയിലേക്ക് അവൻ വിരൽ ചൂണ്ടും. ഇങ്ങനെ അതിന് ശേഷം അവൻ ആ ശക്തിയുടെ മഹത്വം തിരിച്ചറിയാതെ പോകുമ്പോഴേ ആ ശക്തിക്ക് സമന്മാരെ സ്ഥാപിക്കും അവൻ. ഇതാണ് മനുഷ്യരിൽ ഭൂരിപക്ഷം ആളുകളുടെയും മനോഹരം തന്നെയാണ്. എന്നാല് അതിൽ ചെറിയൊരു വിഭാഗമുണ്ട്. അവര് ആ പ്രപഞ്ചനാഥനെ ഈ പ്രപഞ്ചത്തിലെ ഓരോ ദൃഷ്ടാന്തങ്ങളിലേക്കും നോക്കിയിട്ട് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ എന്ന് പറയുന്ന ആളുകള്. പടച്ചോനെ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, നരക ശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, അഥവാ മരണാനന്തര ജീവിതത്തെ, ഈ പ്രപഞ്ചം ഉടച്ച് ഈ പ്രപഞ്ചത്തെ അള്ളാഹു ഇതല്ലാത്ത മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റി മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു മഹാലോകത്തെ തിരിച്ചറിയുന്ന ഒരു വിഭാഗം. അവരാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വളരെ ചെറിയൊരു ശതമാനം ആളുകള് ഞാൻ ഈ പറഞ്ഞതുപോലെ അഹങ്കാരം കൊണ്ടും അഹന്ത കൊണ്ടും ഉൽമൻ വ ഉലൂവൻ, അഹങ്കാരവും അഹന്തയും പേറിക്കൊണ്ട് അവര് നാവ് കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ നിഷേധിക്കുന്നത്. ഖുർആൻ തന്നെ അങ്ങനെയാണ്, അള്ളാഹു തന്നെ പറയുന്നത് അങ്ങനെയാണ്. അവരുടെ ഹൃദയം അത് സമ്മതിക്കുമ്പോഴും നാവ് കൊണ്ട് അവർ ആ ശക്തിയെ നിഷേധിച്ചുകൊണ്ടിരിക്കും. ഒരു ചെറിയൊരു ശതമാനം ഇക്കാരം. അപ്പൊ ദൈവത്തിന് സമന്മാരെ സൃഷ്ടിക്കുന്ന അവസ്ഥാവിശേഷം മനുഷ്യനിൽ ഉണ്ടാകുന്നതും നാവ് ഹൃദയം സമ്മതിക്കുമ്പോഴും നാവ് കൊണ്ട് ആ ശക്തിയെ പൂർണ്ണമായി നിരാകരിക്കുന്ന ആ അവസ്ഥ മനുഷ്യരിൽ സംജാതമാകുന്നതും മരണാനന്തര ജീവിതം എന്ന് പറയുന്ന സത്യത്തെ നിഷേധിക്കുന്നിടത്താണ് എന്നാണ്. ഇവിടെയാണ് സമ്പത്തും സന്താനങ്ങളും എല്ലാം മനുഷ്യന് അവൻ അപകടമായിട്ട് പിന്നീട് മാറുന്നത്. ആ ലോകത്ത് നന്നായി മനസ്സിലാക്കി കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ ഒരു ലോകത്തെ നന്നായി തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തെ ധർമാധിഷ്ഠിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ആ ലോകത്തെ എവിടെ നമ്മൾ നിഷേധിക്കുന്നുവോ, വിസ്മരിക്കുന്നുവോ, മറക്കുന്നുവോ, അവിടെ അവന്റെ ജീവിതം ധർമ്മത്തിൽ നിന്നും തെന്നിമാറി അധർമ്മത്തിന്റെ വഴി സ്വീകരിക്കും. അവിടെ സമ്പത്തും സന്താനങ്ങളും എല്ലാം അവന് അപകടകരമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ചില മനുഷ്യരുണ്ട്, അല്ലേ? സൂറത്ത് അള്ളാഹു പറയുന്നുണ്ട്, ഇലാഹുക്കും ഇലാഹും വാഹിദുൻ വല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഖുലൂബുഹും മുൻകിറത്തുൻ വഹും മുസ്തക്ബിറൂൻ. നിങ്ങളുടെ ദൈവം അവൻ ഏകനാണ്. വല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി, അന്ത്യനാളിൽ വിശ്വസിക്കാത്തവർ, അതിനെ തിരിച്ചറിയാത്തവർ, അവരുടെ ഖുലൂബുഹും മുൻകിറത്തുൻ, എപ്പോഴും ഒരു നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്ന ഒരു മനസ്സായിരിക്കും അവർക്കുണ്ടാകുക. എല്ലാത്തിലും ഒരു നിഷേധഭാവം അവർ പുലർത്തും. വഹും മുസ്തക്ബിറൂൻ, അവർ മഹാ അഹങ്കാരികളുമായിരിക്കുന്ന. അന്ത്യനാളിനെ നിഷേധിക്കുന്ന മനുഷ്യൻ മഹാ അഹങ്കാരിയായിരിക്കും. അവന്റെ സംസാരവും അവന്റെ നോട്ടവും അവന്റെ ഇരുത്തവും അവന്റെ ഓരോ ഇടപെടലുകളും അഹങ്കാരം നിറഞ്ഞ, ധിക്കാരം നിറഞ്ഞ, ധിക്കാരം കൊണ്ട് മൂടിയതായിരിക്കും അവന്റെ ഓരോന്നും. അത് നമ്മളെ ചുറ്റുപാടിലേക്ക് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് മലയാള പേരുള്ള സഹോദരങ്ങളെ മാറ്റി അറബി പേരുള്ള ചില ആളുകളുണ്ട്.
ദൈവനിഷേധികളായ ആള്, ഈശ്വര നിഷേധികളായ ആള്, അവരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എത്ര അഹങ്കാരത്തിലാണ് അവർ സംസാരിക്കുന്നത്. അന്ത്യനാളിനെ, മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. ഖുലൂബുഹും മുൻകിറത്തുൻ വഹും മുസ്തക്ബിറൂൻ. ഇവിടെ ഈ തോട്ടക്കാരന്റെ അവസ്ഥ അങ്ങനെയാണല്ലോ. നമ്മൾ പറഞ്ഞുപോയി അതിന്. അയാൾ മരണാനന്തര ജീവിതത്തെ ആദിക്കേ നിഷേധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ലോകമേ ഇല്ല എന്നുള്ളതാണ് അയാളുടെ വാദം. ഒരു പാവപ്പെട്ട ആള് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ പറയല്ലേ, നീ നിന്നിലേക്ക് നോക്കൂ, നീ ഏത് രൂപത്തിലാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, അങ്ങനെ നിന്നെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നും ഈ രൂപത്തിൽ പാകപ്പെടുത്തിയ നിന്റെ മഹോന്നതനായ സൃഷ്ടാവിനെ നീ നിഷേധിക്കുകയാണോ? അങ്ങനെ നീ ചെയ്യല്ലേ എന്ന് അവർ ഉപദേശിക്കുകയാണ്. അപ്പൊ അയാൾ തുടക്കത്തിലേ അത് നിഷേധിക്കുകയാണ്. ഈ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുക എന്ന് പറയുന്നത് അവനെ സൃഷ്ടിച്ച് പാകപ്പെടുത്തിയ നാഥനെ തന്നെ നിഷേധിക്കുന്ന തുല്യാണ്. അതുകൊണ്ടാണ് ദൈവം ഉണ്ടെന്ന് പറയുമ്പോഴും ഈശ്വരൻ ഉണ്ടെന്ന് പറയുമ്പോഴും അതിനെ, മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നവൻ അവൻ കുഫ്രിന്റെ വാക്താവാണ്, അവൻ നിഷേധിയാണ്, അവൻ ദൈവത്തിന്റെ മഹാശക്തിയെ നിരാകരിക്കുന്നവനാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് ഖുർആൻ. അതാ ശക്തിയെ തന്നെ നിഷേധിക്കുന്നതിന് തുല്യാണ്. ഒരു സംവിധാനം നിർമ്മിച്ച ഒരാളോട് ഇനി ഇത് ഉടഞ്ഞു കഴിഞ്ഞാൽ, ഇത് നാമാവശേഷമായി കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഇതിന് വല്ല തകരാറുകളും പറ്റിക്കഴിഞ്ഞാല് നിങ്ങൾക്കത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് ആ വ്യക്തിയെ തന്നെ പുച്ഛിക്കുന്നതിന് തുല്യമാണ്. ആ വ്യക്തിയുടെ കഴിവിനെ നിരാകരിക്കുന്നതിന് തുല്യമാണ്. അപ്പോ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വന്ന് കേൾവിയും കാഴ്ചയും ചിന്തയും എല്ലാം ഉള്ളവനായി അവന് നിറഞ്ഞു നിൽക്കുമ്പോഴും ആ അനുഗ്രഹങ്ങളെ മുഴുവനും നിഷേധിച്ച് തന്റെ തുടക്കത്തെ നിരാകരിച്ച് വിസ്മരിച്ച് അവൻ സ്വയം ചോദിക്കുകയാണ്, ആരാണ് എന്നെ സൃഷ്ടിക്കാനുള്ളത്? സൂറത്ത് യാസീന്റെ അവസാനം മനുഷ്യന്റെ ഈ ഒരു മനോഭാവത്തെ അള്ളാഹു എടുത്തു കാണിക്കുന്നത്. ആരാണ് എന്നെ ഇനി എഴുന്നേൽപ്പിക്കാനുള്ളത്? അവിടെ അള്ളാഹു പറയുന്നത്, ആരാണോ നിന്നെ ആദ്യഘട്ടം സൃഷ്ടിച്ചത് അവൻ തന്നെ നിന്നെ എഴുന്നേൽപ്പിക്കുമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ മനുഷ്യൻ അവനെ തന്നെ വിസ്മരിക്കുന്നിടത്ത് സംഭവിച്ചു പോകുന്ന അവന്റെ ജീവിത ദുരന്തമാണ് അള്ളാഹു എടുത്തു കാട്ടുന്നത്. അപ്പൊ ഇവിടെ സമ്പത്തും സന്താനങ്ങളും മനുഷ്യന് അപകടമായി മാറുന്നത് അവന്റെ ഈ ലോക ജീവിതത്തിലും നാളെ അവന്റെ മരണാനന്തര ജീവിതത്തിലും അവന് അപകടകരമായി മാറുന്നത്, അവന് എതിരായി മാറുന്ന ഒരവസ്ഥ അവൻ ആ ലോകത്തെ നിഷേധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഈ വിഷയത്തോട് മരണാനന്തര ജീവിതത്തെ ചേർത്ത് വെക്കുകയാണ്. നീ എത്ര നിഷേധിച്ചാലും ഞാൻ എങ്ങനെയാണ് ആ ലോകത്തെ സംവിധാനിക്കാൻ വേണ്ടി പോകുന്നത്, അവിടെ നിന്നെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, അതിനുശേഷം ഏതു തരത്തിലാണ് നിന്റെ കർമ്മങ്ങൾ അള്ളാഹു ചോദ്യം ചെയ്യുന്നത് എന്ന് പിന്നീട് ഈ വിഷയത്തോട് അള്ളാഹു ചേർത്ത് വെക്കുകയാണ്. അതാണ് വയൗമനുസയ്യിറുൽ ജിബാല വതറൽ അർള ബാരിസതൻ വഹശർനാഹും ഫലൻ നുഗാദിർ മിൻഹും അഹദ. എല്ലാ ധിക്കാരത്തിനും എല്ലാ നിഷേധഭാവങ്ങൾക്കും അടിസ്ഥാന കാരണം മരണാനന്തര ജീവിതത്തെ മനുഷ്യൻ അന്ധമായി നിരാകരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ചില ആളുകള് അവർ സത്യം ചെയ്തുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. സൂറത്തുൻ നഹ്ലിലെ ഒരായത്ത് ഇങ്ങനെയാണ്, 40-ാമത്തെ ആയത്ത്, വഅഖ്സമൂ ബില്ലാഹി ജഹ്ദ ഐമാനി. അവര് ആണയിട്ട് പറയുന്നു, ലാ യബ്അസുല്ലാഹു മൻ യമൂത്, അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കൂല. ഇവിടെ ഇമാം ഷഅറാബി പറയുന്നുണ്ട്, ദൈവം ഇനി നമുക്ക് രണ്ടാമത് ജീവൻ നൽകൂല എന്ന് പറയുന്നത് തന്നെ മനുഷ്യന്റെ വിഡ്ഢിത്തമാണ് എന്ന്. കാരണം ദൈവത്തെ സമ്മതിക്കുമ്പോൾ തന്നെ ആ ദൈവത്തിന്റെ ശക്തിയെ മനുഷ്യൻ നിഷേധിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യരിലെ ഭൂരിപക്ഷ സമൂഹവും ഈശ്വര വിശ്വാസിയാണ്, ഈശ്വരൻ ഉണ്ടെന്ന് സമ്മതിക്കുന്നവരാണ്. അവൻ തന്നെ ഇനി മരണാനന്തര ജീവിതം ഉണ്ടോ എന്ന് ചോദിച്ചാല് ഇല്ല എന്ന് പറയും. ശരീരം ദ്രവിച്ച് എല്ലുകൾ മണ്ണടിഞ്ഞു പോയി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ നമ്മൾ ആരെങ്കിലും ജീവിപ്പിക്കുവോ? അവനോട് ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ദൈവമുണ്ടോ അള്ളാഹു ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ ഉണ്ടെന്ന് പറയും. ഞാനത് പറയുന്നത് മനുഷ്യരെ കുറിച്ചാണ് കേട്ടോ. മനുഷ്യർ നിർമ്മിച്ച മതസംവിധാനങ്ങളെയോ വർഗ സംവിധാനങ്ങളെയോ മുമ്പിൽ വെച്ചല്ല. മനുഷ്യർ രണ്ട് വിഭാഗമേ ഉണ്ടാവുള്ളൂ.
ഒന്ന് ഈശ്വരനെ നന്നായി ഉൾക്കൊണ്ട് ജീവിക്കുന്നവരും ആ സത്യത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ച് മരണാനന്തര ജീവിതത്തെ അത് സത്യമായി പുലരുന്ന ദിവസമായി കണ്ട് അവന്റെ ജീവിതത്തെ ധർമാധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിഭാഗം. ആ വിഭാഗത്തിൽ മുഹമ്മദ് ഉണ്ടാവും, ജോർജ് ഉണ്ടാവും, രാമൻ ഉണ്ടാവും, എല്ലാ പേരുള്ളവരുണ്ടാവും. ഇന്നത് എടുത്തു പറയേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നമ്മൾ മതവാദികളും വർഗവാദികളുമാണ്. പേര് നോക്കി, ദേശം നോക്കി, കുടുംബം നോക്കി എല്ലാം തന്നെ വിശ്വാസത്തെ അല്ലെങ്കിൽ ദൈവവുമായി ബന്ധപ്പെട്ട പിന്നെ മനോഗതിയെ അളന്നു തിട്ടപ്പെടുത്തുന്നവരാണ് നമ്മൾ. പ്രവാചകന്മാർക്ക് അത്തരത്തിലുള്ള കാഴ്ചപ്പാടൊന്നും പ്രവാചകന്മാർക്കില്ല. അങ്ങനെ തിട്ടപ്പെടുത്തുന്നവരാണ്. അങ്ങനെ ഒരു വിഭാഗം, അത് എല്ലാ പേരുള്ളവരുണ്ടാവും. ഇനി നമ്മളെ നാട്ടിൽ നിന്നുകൊണ്ട് അങ്ങനെ പറയേണ്ട, അങ്ങനെ അങ്ങനെ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണിത്. എന്നാൽ മറുപുറത്ത് അപ്പുറം അതിന് എതിരെ നിൽക്കുന്ന ഒരു വിഭാഗം, ദൈവത്തെ നിഷേധിച്ച് ഉണ്ടെന്ന് പറയുന്ന, അതോടൊപ്പം തന്നെ മരണാനന്തര ജീവിതത്തെ നിഷേധിച്ച്, അല്ലെങ്കിൽ അവന്റെ ഉള്ളകം ആ സത്യത്തെ സമ്മതിക്കുമ്പോഴും അവന്റെ നാവ് കൊണ്ട് ആ മഹാശക്തിയെ നിഷേധിക്കുന്നവരില് അതില് മുഹമ്മദ് ഉണ്ടാവും, ജോർജ് ഉണ്ടാവും, രാമൻ ഉണ്ടാവും, അങ്ങനെ ആ പേരുള്ളവരെല്ലാവരും ഉണ്ടാവും. പിന്നെ രണ്ട് വിഭാഗേ ലോകത്തുണ്ടാവുള്ളൂ. ഒന്ന് ദൈവത്തെ ഉൾക്കൊണ്ട് മരണാനന്തര ജീവിതത്തെ നന്നായി ബോധ്യപ്പെട്ട് അള്ളാഹുവിലേക്ക് പിടക്കുന്ന ഹൃദയത്തോടുകൂടി പ്രപഞ്ച സൃഷ്ടാവിനോട് എപ്പോഴും നന്ദിയുള്ളവനായി ജീവിക്കുന്ന ഒരു വിഭാഗം, മനുഷ്യരിൽ ഒരു വിഭാഗം. എല്ലാ പേരുള്ളവരുണ്ടാവും. അപ്പുറത്ത് ഇതേപോലെ തന്നെ എല്ലാ പേരിലുള്ളവരും അപ്പുറത്തും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയും, നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ഈ മുസ്ലിം പേര് എന്ന് പറയുന്ന ഒരു പേരൊന്നും അങ്ങനൊന്നും ഇല്ല. അത് റസൂലുള്ളാന്റെ സമൂഹത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. മുസ്ലിം പേര് എന്ന് പറയുന്ന ഒരു പേരാണ് അറബി പേരെങ്കിൽ അള്ളാന്റെ റസൂലിന് മക്കയിലും മദീനയിലും ഒരു ജോലി ഉണ്ടാവില്ലല്ലോ. എല്ലാരെ പേരും അറബി പേരാണ്. അവരുടെ പിന്നെ വേഷവിധാനങ്ങളും രൂപങ്ങളിലും ഒരുപോലെയാണ്. അപ്പൊ നമ്മള് സൂക്ഷിച്ച് വിഷയങ്ങളെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാല് കുറെ ആളുകൾക്ക് വസ്തുത തിരിച്ചറിയാനും സത്യം മനസ്സിലാക്കാനും കുറെ ആളുകൾക്ക് കഴിയും. ഏതായാലും അത് മറ്റൊരു വിഷയമാണ്, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇത് പിന്നെ മനുഷ്യരെ വിഭജിച്ച് ഒരു വിഭാഗം മാത്രം ഈ അറബി പേരുള്ളവരെ കുറിച്ചാണോ ഈ പറയുന്നത് എന്ന തോന്നലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് എടുത്തു പറഞ്ഞത്. അപ്പൊ ഇവിടെ മനുഷ്യർ പറയും, ഒരു വിഭാഗം പറയാണ് വഅഖ്സമു ബില്ലാഹി ജഹ്ദ ഐമാനിഹിം, അവര് ആണയിട്ട് പറയുന്നു, സത്യം ചെയ്തു പറയുന്നു, മരിച്ചോരെ പടച്ചോന് ജീവിപ്പിക്കൂല, വലാ വഅദൻ അലൈഹി ഹഖ, അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ മനുഷ്യരിൽ ഭൂരിപക്ഷവും ആ സത്യത്തെ തിരിച്ചറിയാത്തവരാണ്. അള്ളാഹു ആ ലോകത്തെ കൊണ്ടുവരും. ലിയുബയ്യിന ലഹുമുല്ലദീന യഖ്തലിഫൂന ഫീഹി, ആ ലോകത്തെ കുറിച്ചുള്ള വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയിലായ ആ മനുഷ്യർക്ക് അള്ളാഹു അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അതിനെ നിഷേധിച്ചവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, വലിയഅലമല്ലദീന കഫറു അന്നഹും കാനൂ കാദിബീൻ, നിഷേധികൾക്ക് നിങ്ങൾ കള്ളമാണ് പറഞ്ഞത് എന്ന് തിരുത്തി കൊടുക്കുവാനും ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും ആ ലോകത്ത് അള്ളാഹു കൊണ്ടുവരും. എന്താണ്? ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ, നമ്മള് ഒരു വസ്തുവിനെ അങ്ങ് ഉയർത്തിക്കൊണ്ടുവരാൻ, അതിന് ഉയിര് നൽകുവാൻ, അതിന് ജീവൻ നൽകുവാൻ, അതിന് പുതുജീവൻ നൽകുവാൻ നമ്മൾ അങ്ങ് ആഗ്രഹിച്ചു കഴിഞ്ഞാല് നമ്മള് അതിനോട് പറയേണ്ട താമസം ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ, അത് ഉണ്ടായിത്തീരും. അതിനാൽ പടച്ചോനക്ക് ഇതൊന്നും വലിയ പിന്നെ വിഷയമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചവന് നിസാരനായി മനുഷ്യനെ സൃഷ്ടിക്കാൻ വല്ല പണിയുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മള് മനുഷ്യൻ എല്ലാ 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 പഴവർഗ്ഗങ്ങളിലും ഒരു വിത്തുള്ളത് പോലെ മനുഷ്യനിൽ അള്ളാഹു നിക്ഷേപിച്ച മനുഷ്യന്റെ വിത്തിലേക്ക് മടക്കപ്പെടുന്ന ദിവസമാണ് മരണമെന്ന് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആ വിത്തിൽ നിന്നും അള്ളാഹു നമ്മളെ ഉയിർക്കൊള്ളിക്കുകയും ആ വിത്തിലേക്ക് മടക്കുവാൻ ആ അനിവാര്യമായ ഇടപെടലാണ് മരണമെന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലെ? ഏതൊരു പഴവും അത് ഭൂമിയിലേക്ക് വീഴുന്നതോടുകൂടി അതിന്റെ ആ ഞെട്ടറ്റ് ഒരു നൂൽബന്ധമാണ്
പിന്നെ ആത്മാവും നമ്മളും ഈ ശരീരവും തമ്മിൽ ഒരു നൂൽബന്ധത്തിലാണ് എപ്പോഴും നിൽക്കുന്നത്. ഇന്നിപ്പോ എത്രയോ ആൾക്കാർ പിന്നെ അവരുടെ ഈ ജഡത്തെ വിട്ടുകൊണ്ട് അവര് അവരുടെ സ്ഥായിയായ ജീവിതത്തിലേക്ക് ഇന്ന് അവർ പലായനം ചെയ്തിട്ടുണ്ട്, യാത്ര പോയിട്ടുണ്ട്. ആ നൂൽബന്ധം അങ്ങ് വിടുന്നതോടുകൂടി അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ വല്ലതീ ലം തമുത് ഫീ മനാമിഹ, അള്ളാഹു മരണവേളയിൽ പൂർണ്ണമായി നിങ്ങളെ ഊരിയെടുക്കുന്നവരാണ്. നിങ്ങൾ എന്ന് പറയുന്ന റൂഹിനെ ഊരിയെടുക്കുന്നവരാണ് അള്ളാഹു. ഈ ജഡത്തിൽ നിന്ന് നമ്മളെ ഊരിയെടുത്തു കൊണ്ടുപോകുന്നവനാണ്. മരിക്കാത്തവരെയോ അവന്റെ സമയമെത്താത്ത, അവന്റെ അവധി എത്താത്ത ആളുകൾക്ക് അള്ളാഹു ആ ജഡത്തിലേക്ക് അവനെ വിട്ടുകൊടുത്തുകൊണ്ടേയിരിക്കും അവന്റെ അവധി പൂർണ്ണമാകുന്നത് വരെ. അവന് നിശ്ചയിച്ച ആ നിശ്ചിത അവധി പിന്നെ പൂർണ്ണമാകുന്നത് വരെ അവന് ആ ജഡത്തിലേക്ക് അവനിങ്ങനെ വിട്ടുകൊടുത്തുകൊണ്ടേയിരിക്കും. നമ്മളങ്ങ് മാറിക്കഴിഞ്ഞാൽ ഒരു മാമ്പഴം അതിന്റെ ഞെട്ടറ്റ് ഭൂമിയിലേക്ക് വീഴുന്നത് പോലെയാണ് പിന്നീട് ഈ ജഡത്തിന്റെ അവസ്ഥ. അതിന്റെ തൊലി അങ്ങ് അഴുകി മാംസളമായ ഭാഗങ്ങൾ പുഴുക്കളരിച്ച് എല്ലുകളെല്ലാം ദ്രവിച്ച് അതിന്റെ വിത്തിലേക്ക് അതങ്ങ് മടങ്ങും. ആ വിത്ത് പിന്നീട് വെള്ളം തട്ടുമ്പോൾ അങ്ങ് ഉയിർക്കൊള്ളും. ഇതുപോലെ നമ്മളും ഈ വെള്ളമങ്ങ് നമ്മുടെ ഉയിർക്കൊള്ളലിനും ഒരു മഴയുടെ വർഷം ആവശ്യമാണെന്ന് പരിശുദ്ധ റസൂല് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ മഴയങ്ങ് വർഷിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വിത്തിന്റെ മുകളിൽ ആ വെള്ളം അങ്ങ് ഉറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വിത്തിൽ നിന്നും നമ്മൾ ഞെടിയിടയിൽ ഉയിർക്കൊള്ളും. അങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ലോകത്തേക്ക് അള്ളാഹു നമ്മളെ മാറ്റും. ആ വിഷയമാണ് അള്ളാഹു പറയുന്നത്. വയോമ നുസയ്യിറുൽ ജിബാല. എന്താ നുസയ്യിറുൽ ജിബാല എന്ന് പറഞ്ഞത്? എന്തിനാണ്? പർവ്വതത്തെ നാം നാം എന്താക്കും? നടത്തും. അതിനെ നാം പിന്നെ പിന്നെ ചലിപ്പിക്കും എന്ന് എന്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്? എന്തിനാ പർവ്വതങ്ങളെ എടുത്തു പറഞ്ഞത് ഇവിടെ? വയോമ നുസയ്യിറുൽ ജിബാല, പർവ്വതങ്ങളെ ചലിപ്പിക്കുന്ന ദിവസം. വതറൽ അർള ബാരിസത്തൻ, അല്ലേ? ഭൂമിയെ പിന്നെ തെളിഞ്ഞ് നിരപ്പായ ഒന്നായി എന്ന് നിനക്ക് കാണാം. ആ പർവ്വതങ്ങളെല്ലാം ചലിപ്പിച്ച് അതിനെ ഉടച്ച് അള്ളാഹു അതിനെ ധൂളികളാക്കി മാറ്റും. വിശുദ്ധ ഖുർആന്റെ പലയിടങ്ങളിലും ഈ ഒരു വിഷയത്തെ അള്ളാഹു ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട്, അല്ലേ? വസുയ്യിറത്തിൽ ജിബാലു ഫകാനത്ത് സറാബ. പർവ്വതങ്ങളെ സൂറത്ത് നബഇൽ അള്ളാഹു പറയുന്നു. വസുയ്യിറത്തിൽ ജിബാലു, പർവ്വതങ്ങളെ അള്ളാഹു ചലിപ്പിക്കും, അതിനെ ഉടക്കും. അതാ ഭൂമിയിലെ മനുഷ്യൻ കാണുന്ന ഏറ്റവും ബലിഷ്ഠമായ ഒരു ദൃഷ്ടാന്തമായിട്ട് മനുഷ്യൻ കാണുന്നതാണ് പർവ്വതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പർവ്വതത്തെ ഇവിടെ എടുത്തു പറയുന്നത്. പർവ്വതത്തോളം ബലിഷ്ഠമായ ഒരു ആണിക്കല്ല് പിന്നെ ഭൂമിയിൽ വേറെയില്ല. അത് ഭൂമിയെ തന്നെ താങ്ങി നിർത്തുന്ന, അതിന്റെ ചലനത്തെ ക്രമീകരിക്കുന്ന ഒന്നായി ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ അതുകൊണ്ടാണ് പർവ്വതങ്ങളെ അള്ളാഹു എടുത്തു പറയുന്നത്. യൗമ നുസയ്യിറുൽ ജിബാല, സൂറത്തുൻ നബഇൽ വസുയ്യിറത്തിൽ ജിബാലു, പർവ്വതങ്ങളെ പിന്നെ അതിനെ അങ്ങ് ചലിപ്പിക്കപ്പെടുക. ഫക്കാനത്ത് സറാബ, അപ്പൊ അത് മരീചികയായിട്ട് മാറും. അതുപോലെ അതന്നെയാണ് ഇവിടെയും പറയുന്നത്. തറൽ അർള ബാരിസത്തൻ, തറൽ അർള ബാരിസത്തൻ. ബാരിസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഹുവൽ ഫലാഉ, എല്ലാം ഒഴിഞ്ഞ, ഒന്നുമില്ലാത്ത, അതിന്റെ ഭൂമുഖത്ത് ഒന്നുമില്ലാത്ത ഒരു ഒഴിഞ്ഞ ഭൂത്തലമായിട്ട് പിന്നെ അത് മാറും. ഇനി സൂറത്ത് പിന്നെ തക്വീർ, വഇദൽ ജിബാലു സുയ്യിറത്, പർവ്വതങ്ങളെ ചലിപ്പിക്കപ്പെടുന്ന ദിവസം. അതുപോലെ തന്നെ മുർസലാത്തിൽ വഇദൽ ജിബാലു നുസിഫത്ത്, അല്ലേ? അള്ളാഹു അതിനെ പിന്നെ നുസിഫത്ത്, അതിനെ പൊടിക്കപ്പെടും, അതിനെ ധൂളികളാക്കി അള്ളാഹു മാറ്റും. പർവ്വതങ്ങളെ അങ്ങ് ഒരു ധാന്യമണികളെല്ലാം തന്നെ ഒരു മെഷീനിലിട്ടങ്ങ് കഴിഞ്ഞാൽ ഏത് രൂപത്തിലാണോ അത് തരിയായി മാറുന്നത്, അതുപോലെ അള്ളാഹു അതിനെ ധൂളികളാക്കി മാറ്റും. പിന്നെ സൂറത്തുൽ മആരിജിൽ അള്ളാഹു പറയുന്നുണ്ട്, യൗമ തകൂനു സ്സമാഉ കൽ മുഹിൽ വതകൂനുൽ ജിബാലു കൽ യഹിൻ. എന്താണ്? കടഞ്ഞ രോമം പോലെ അതിങ്ങനെ പാറിപ്പറക്കും. അതിങ്ങനെ എല്ലാ കല്ലുകളും അതിലുള്ള എല്ലാ ഓരോന്നും അള്ളാഹു അതിനങ്ങ് ഉടച്ച് അതിനങ്ങ് തരിയാക്കി കഴിഞ്ഞാൽ അത് നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഒന്നുമില്ലാത്ത ഒരു ഒഴിഞ്ഞ മൈതാനം പോലെ, ഒരു മരുഭൂമി പോലെയായിട്ട് അള്ളാഹു ഈ ഭൂമുഖത്ത് അള്ളാഹു അങ്ങ് മാറ്റും. അയ്യോ, അള്ളാഹു എങ്ങനെയാണ് അന്ത്യനാളിനെ കൊണ്ടുവരുന്നത് എന്ന് അള്ളാഹു പറയാ.
അതുപോലെ തന്നെ ഇനി ആകാശങ്ങളുടെയും അതിലെ സംവിധാനങ്ങളുടെയും കൂട്ടിയിടിക്കലിനെ കുറിച്ച്, അതിന്റെ ഇടയിലുള്ള കാന്തിക വലയങ്ങളെ എടുത്തു മാറ്റുമ്പോൾ സംഭവിക്കുന്ന മഹാഭീകരതയെ കുറിച്ചെല്ലാം അള്ളാഹു പറയുന്നുണ്ട്. സൂറത്ത് നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഹജ്ജ് തുടങ്ങുന്നത് തന്നെ പിന്നെ ഈ ഈ പ്രപഞ്ചത്തിന്റെ അള്ളാഹു എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ ഉടച്ച് തരിപ്പണമാക്കി, ഭൂതലത്തെ ഉടച്ച് തരിപ്പണമാക്കി മറ്റൊരു ഭൂതലത്തെ സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. സൂറത്ത് ഇബ്രാഹിമിന്റെ അവസാനവും അള്ളാഹു ഈ വിഷയം ഇവിടെ തന്നെ എല്ലാത്തിനെയും സംവിധാനിക്കുന്ന ഒരു ഒരു അള്ളാഹുവിന്റെ ഇടപെടലിനെ കുറിച്ച് സൂറത്ത് ഇബ്രാഹിമിന്റെ അവസാനം അള്ളാഹു പറയുന്നുണ്ട്. അപ്പോ വയോമനുസയ്യിറുൽ ജിബാല, പർവ്വതങ്ങളെ അള്ളാഹു ചലിപ്പിക്കുക, അതിന്റെ അതിന്റെ ആ ആണിയെ അള്ളാഹു അങ്ങ് എടുക്കുക, എന്നിട്ട് അതിനെ അങ്ങ് തകർത്ത് കളയുക. വതറൽ അർള ബാരിസതൻ, ആ സമയം ഭൂമിയെ ഒന്നുമില്ലാത്ത ഒരു തരിശു ഭൂമിയായി നിനക്ക് കാണാം. വഹ്ശർനാഹും, അങ്ങനെ നാം അവരെ ജമഅനാഹും ലിയൗമിൽ ഹിസാബി, അങ്ങനെ നാം അവരെ ചോദ്യം ചെയ്യുവാനായി നാം അവരെ ഒരുമിപ്പിച്ചു കൂട്ടും. ഫലം നുഗാദിർ മിൻഹും അഹദ, നാം ആരെയും ഒരാളെ പോലും നാം വിട്ടേച്ച് കളയില്ല. എല്ലാവരെയും നാം ആ ദിവസത്തിന് വേണ്ടി നാം കൊണ്ടുവരും. അവരെല്ലാവരെയും നാം ഒരുമിപ്പിച്ചു കൂട്ടും. എന്നിട്ട് പറയാണ് വഉരിദു അലാ റബ്ബിക സഫൻ, വഉരിദു അലാ റബ്ബിക ഇസ്തിഖ്ബാലൻ മുനല്ലമൻ, വളരെ ക്രമത്തിലുള്ള ഒരു ചിട്ടയോടുകൂടിയുള്ള അള്ളാഹുവിന്റെ ഇടപെടൽ ആ ദിവസം നടക്കും. വഉരിദു, അവരെല്ലാവരെയും കൊണ്ടുവരും. അള്ളാഹു പ്രദർശിപ്പിക്കും. അലാ റബ്ബിക സഫൻ, അണിയായി അള്ളാഹു കൊണ്ടുവരും. ഒരാളെയും വിട്ടുപോകാത്ത രൂപത്തിൽ, എല്ലാവരെയും നന്നായി കാണുന്ന രൂപത്തിൽ, ഒരു വീഴ്ചയുമില്ലാത്ത വിധേനെ അള്ളാഹു മനുഷ്യരെ മുഴുവനും കൊണ്ടുവരികയും അണിയായി കൊണ്ടുവരും. ഇവിടെ മുഫസ്സിരിങ്ങൾ പറയുന്നത്, ഇമാം ഷഅറാബി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയും, ഇസ്തിഖ്ബാലൻ മുനല്ലമൻ കമാ യസ്തഅരിദുൽ ഖായിദുൽ ജുനൂദ. എങ്ങനെയാണ് ഒരു പട്ടാള മേധാവി പിന്നെ പട്ടാളക്കാരെ എങ്ങനെയാണോ അണിയായി നിർത്തുന്നത്, അതുപോലെ അള്ളാഹു മനുഷ്യരെ മുഴുവനും കൊണ്ടുവരുന്നതാണ്. റസൂലുള്ളാഹിന്റെ ഹദീസിൽ ഇത് കാണാൻ പറ്റും. ഐക്യത്തിനെ വരെ കൊണ്ടുവരുമെന്നാണ്, അണിയായി കൊണ്ടുവരും. മലക്കുകളും ഇതുപോലെ പിന്നെ നിരന്ന് അണിയായി നിൽക്കുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പിന്നെ ഹദീസിൽ കാണാം, യഹ്ശുറുല്ലാഹുൽ ഖൽഖ, അല്ലാഹു മനുഷ്യരെ മുഴുവനും ഒരുമിപ്പിച്ചു കൂട്ടും. തുമ്മ യുനാദി, പിന്നെ അല്ലാഹു വിളിക്കും, യാ ഇബാദി, എന്റെ അടിമകളെ, അഹ്ലിറു ഹുജ്ജത്തക്കും, നിങ്ങളുടെ തെളിവുകളെല്ലാം നിങ്ങൾ കൊണ്ടുവരിക. വയസ്സിറു ജവാബക്കും, നിങ്ങൾ നന്നായി ഉത്തരം നൽകുക. ഫഇന്നകും മജ്മുഊന മുഹാസബൂന മസ്ഊലൂൻ, നിങ്ങളെല്ലാവരും ഇതാ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരും ചോദ്യം ചെയ്യപ്പെടുന്നവരും നിങ്ങളുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ച് ചോദ്യം ചെയ്യുന്നതുമാണ്. യാ മലായിക്കത്തി അഖീമു ഇബാദി സുഫൂഫൻ, മലായിക്കത്തിനോട് അള്ളാഹു പറയുന്നതാണ്. ഈ ഹദീസ് ചില റാവികള് ഇതില് പിന്നെ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഈ ഹദീസിനെ ലഈഫായിട്ട് എണ്ണീയിട്ടുണ്ട്. എന്നാലും ഇമാം ത്വബരിയും അതുപോലെ തന്നെ ഖുർത്തുബിയും ഇമാം ഷാറാബിയെല്ലാം ഈ ഹദീസിനെ ഈ ആയത്തുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. യാ മലായിക്കത്തി അഖീമു ഇബാദി സുഫൂഫൻ അലാ അത്റാഫി അനാമിലി അഖ്ദാമിഹിം, അവരുടെ വിരൽ തുമ്പിൽ അവരെങ്ങനെ കുത്തി നിർത്തുന്ന, ലിൽ ഹിസാബി, അവരുടെ ജീവിത പുസ്തകം ചോദ്യം ചെയ്യപ്പെടുന്ന നൽകി അത് മുമ്പിൽ വെച്ചുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്ന ആ ദിവസത്തിന് അവരുടെ വിരൽ തുമ്പിൽ അവരെങ്ങനെ കുത്തി നിർത്തുമെന്ന് ഈ ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്. ഏതായാലും ഈ ഹദീസിനെ പിന്നെ റാവികൾ ദഈഫായ ഹദീസായിട്ടാണ് എണ്ണീട്ടുള്ളത്. പക്ഷെ ഇമാം ഖുർത്തുബി അതുപോലെ തന്നെ ഇമാം ഷഅറാബി എല്ലാം ഈ ഹദീസിനെ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇത് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും അലാ റബ്ബിക സഫൻ ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖ്നാകും അവ്വല മർറ, നിന്നെ ആദ്യഘട്ടം എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതുപോലെ കൊണ്ടുവരുന്നതാണ്. അല്ലേ? ചില ആളുകള് ഇവിടെ ഈ ആയത്തിനെ മറ്റൊരു ഹദീസ് കൊണ്ട് റസൂലുള്ളാഹി വിശദീകരിക്കുന്നുണ്ട്. ചേലാകർമ്മം
ചെയ്യാത്ത രൂപത്തിലായിട്ട് കൊണ്ടുവരുന്നത്. കുറച്ചാൾക്കാര് അത് നഷ്ടപ്പെട്ടതിലെല്ലാം കരയുന്ന കുറച്ചാൾക്കാരുണ്ട്. ഞാനിപ്പോ ഇതിങ്ങനെ വായിച്ചു പോയപ്പോഴ് അതിൽ ഓർക്ക് സമാധാനിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. അത് നഷ്ടപ്പെട്ടതില് പിന്നെ കരയുന്ന കുറെ ആളുകൾക്ക് പിന്നെ ഇനി ഭയപ്പെടേണ്ട, അത് നഷ്ടപ്പെടാത്ത രൂപത്തിൽ തന്നെ അള്ളാഹു നിങ്ങളെ കൊണ്ടുവരുന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. ഏഹ് ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖ്നാകും അവ്വല ബർറ ബൽ സഅംതും അല്ലൻ നജ്അല ലക്കും മൗഇദ. പക്ഷെ നിങ്ങൾ വാദിച്ചിരുന്നത് എന്താണ്? ഇങ്ങനെ ഒരു ലോകമേ ഇല്ല എന്നുള്ളതാണ്. അല്ലേ? ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖ്നാകും അവ്വല മർറ. സൂറത്ത് അൻആമില് മറ്റൊരു പിന്നെ ആയത്തിലൂടെ ഒന്നുകൂടി അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദ കമാ ഖലഖ്നാകും അവ്വല മർറ വതറക്തും മാ ഖവ്വൽനാകും വറാഅ ളുഹൂരിക്കും. നിങ്ങൾ നേടിയെടുത്തതെല്ലാം നിങ്ങൾക്ക് പിറകിൽ ഇട്ടേച്ചുകൊണ്ട് നിങ്ങൾ വരും. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ ഭൗതികമായ എല്ലാം തന്നെ നിങ്ങൾ വിട്ടേച്ചു കൊണ്ടുവരും. വമാനറാമഅക്കും ശുഫആഅക്കുമുല്ലദീന സഅംതും അന്നഹും ഫീകും ശുറകാ ലഖദ് തഖത്തഅ ബൈനകും വളല്ല അൻകും മാ കുൻതും തസ്ഉമൂൻ. നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ സമന്മാരായി കണ്ട, നിങ്ങളെ കൂട്ടാളികളായി കണ്ടവർ മുഴുവനും അന്ന് നിങ്ങളെ കൈയൊഴിയും. അങ്ങനെ അള്ളാഹു നിങ്ങളെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, നിങ്ങളുടെ കൈകളിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലായി അള്ളാഹു നിങ്ങളെ തനിച്ചു കൊണ്ടുവരികയും നിങ്ങൾ എങ്ങനെയാണോ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത് അതുപോലെ നിങ്ങളെ കൊണ്ടുവരും എന്ന് പറയുന്നത്. ആയിഷ ബീബി റസൂലുള്ളാഹിയോട് ചോദിക്കുന്നത്, റസൂലെ, അപ്പൊ ആളുകളുടെ പിന്നെ ഈ നഗ്ന ശരീരം മറ്റുള്ളവർ കാണൂലേ? അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, അതൊന്നും ചിന്തിക്കാനുള്ള സമയമൊന്നും അന്ന് ആർക്കും ഉണ്ടാവൂല. എല്ലാരും പേടിച്ച് വിറച്ച് നിൽക്കുമ്പോഴ് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്ന ഒരു അവസ്ഥ വിശേഷമൊന്നും മനുഷ്യനുണ്ടാവൂല എന്ന് റസൂലുള്ളാഹി വിശദീകരിക്കുന്നുണ്ട്. അപ്പോ മനുഷ്യന്റെ എല്ലാ തിന്മകളുടെയും എല്ലാ അധർമ്മ ചിന്തകൾക്കും അടിസ്ഥാന കാരണം മരണാനന്തര ജീവിത നിഷേധമാണെന്നും മനുഷ്യനെ എത്ര നിഷേധിച്ചാലും ആ ലോകത്തെ അള്ളാഹു തീർച്ചയായും കൊണ്ടുവരുമെന്നും അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്. ഇനി ഇതിന് ശേഷം അള്ളാഹു നന്നായി വിശദീകരിക്കുന്നുണ്ട് ഇനി മഹ്ശറയിൽ എന്തൊക്കെയാണ് നടക്കുക എന്ന്. ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ച നമുക്കത് വിശദീകരിക്കാം. അതിനാല് നന്നായി ജീവിതത്തെ പഠിക്കുക. നമ്മുടെ അവസാന നിമിഷത്തെ എപ്പോഴും ജാഗ്രതയോടുകൂടി നമ്മൾ അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുക. ഓരോ ഉറങ്ങുന്ന സമയത്തും ആ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും ഇനി എന്നാണ് ഒരു പൂർണ്ണമായ ഉറക്കിലേക്ക് ഞാൻ പോകുന്നത് എന്ന ചിന്തയിൽ നമ്മൾ ജീവിക്കുക. അങ്ങനെ നല്ല മനുഷ്യരാകുക, ധർമ്മബോധമുള്ള മനുഷ്യരാകുക, നമ്മളോട് തന്നെ ഉള്ള കടപ്പാടുകൾ നമ്മൾ നിർവഹിക്കുക. നമ്മളോടുള്ള കടപ്പാടിൽപ്പെട്ടതാണ് ഓരോന്നും ഹലാലായിരിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ സമൂഹത്തോടുള്ള കടപ്പാടിനെ നിർവഹിക്കുക. നമ്മുടെ മക്കളോടും ഭാര്യമാരോടുമുള്ള കടപ്പാടിനെ നിർവഹിക്കുക. ഇടക്കിടക്ക് ശരീരത്തിലേക്ക് ഇങ്ങനെ നോക്കുക. എപ്പോഴാണ് ഇതിനെ വെള്ള പുതപ്പിച്ച് കിടത്തുക എന്നുള്ളത് ഈ ശരീരത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ചിന്തിക്കുക. അതിന് മരണ വീടുകളെ സന്ദർശിക്കുക. അതോടൊപ്പം തന്നെ പിന്നെ ഖബറിൽ കിടക്കുന്ന പിന്നെ ബന്ധുമിത്രാദികളെ ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിലൂടെ നമ്മുടെ മടക്കയാത്രയെ കുറിച്ച് നിരന്തരം ചിന്തിക്കുക. അങ്ങനെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും താളവെല്ലും കൊണ്ടുവരാന് പിന്നെ നമ്മൾ സ്വയം ശ്രമിക്കുക. അള്ളാഹു ആ ലോകത്തെ എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നും നമ്മൾ സ്വീകരിക്കുന്ന, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന അഹങ്കാരവും അഹന്തയുമെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും എന്തുകൊണ്ടാണെന്നും അള്ളാഹു ഈ പിന്നെ കാര്യങ്ങൾ പറയുന്നതിലൂടെ നമുക്ക് വിശദീകരിച്ച് തരികയാണ്. അതിനാൽ പടച്ചോനെ നന്നായി കേൾക്കുക, ജീവിതത്തിന്റെ പൊരുളറിഞ്ഞ് ജീവിക്കാനുള്ള ശ്രമം നടത്തുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. വാഹൃദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.